നമസ്കാരം. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എന്താണെന്നല്ലേ? അരാഷ്ട്രീയവാദമല്ല, രാഷ്ട്രീയ വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടും മത ആഘോഷങ്ങളെ വോട്ട് നേടാനായി ഉപയോഗിക്കുന്ന സ്ഥാനാർത്ഥി കൗതുകങ്ങൾ കണ്ടു തോന്നിയതാ. പിന്നെ കുഴപ്പമില്ല, ആള് കൂടുന്നിടം ആഘോഷമാക്കുന്നതിൽ തെറ്റു പറയാനുമാവില്ല എന്നാണ് ചിലരൊക്കെ കാണുന്നത്. ജനങ്ങളെ കാണാനും ചില അന്തസങ്കോചം അത്തരത്തിൽ ചിലർക്കുണ്ട്. അതിൻ്റെ കുട്ടൻസ് നമുക്കറിയാം. എന്തായാലും അതൊക്കെ തുടർന്ന് വരുന്ന വാർത്തകൾ കാണുമ്പോൾ ബോധ്യമാകും. എന്തായാലും തെരഞ്ഞെടുപ്പ് വേദി സജീവമാണ്. ഈ കടുത്ത ചൂടിലും ചൂര് ചോരാതെ ഒരറ്റത്ത് പത്രികാ സമർപ്പണവും മറുവശത്ത് ജനങ്ങളെ നേരിൽ കണ്ടുമൊക്കെ അങ്ങനെ വോട്ട് വിശേഷങ്ങൾ പോവുകയാണ്. വിശേഷങ്ങളും വിവരങ്ങളും ഒപ്പം അല്പം ചരിത്രവും ഒക്കെയായി തെരഞ്ഞെടുപ്പ് വാർത്ത നമുക്ക് നോക്കാം. അങ്കത്തട്ടിലേക്ക് സ്വാഗതം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ചൂടുപിടിക്കെ ക്രൈസ്തവ വോട്ടുകൾ പെട്ടിയിലാക്കാൻ തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികൾ. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങളിൽ ദേവാലയങ്ങൾ സന്ദർശിച്ച് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് LDF UDF സ്ഥാനാർത്ഥികൾ. അതേസമയം മണിപ്പൂരിൻ്റെ സാഹചര്യത്തിൽ ക്രിസ്തീയ ചടങ്ങുകൾ പലതും ഒഴിവാക്കിയാണ് NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം. കാണാം. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി BJPയുടെ ക്രൈസ്തവ സ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണ് ഇടത് വലത് മുന്നണികൾ. NDAയ്ക്കെതിരെ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. BJPയുടെ ന്യൂനപക്ഷ സ്നേഹം ഇരട്ടത്താപ്പെന്ന് പൊതുയോഗങ്ങളിൽ വിമർശിക്കുന്നതിനൊപ്പം ക്രൈസ്തവ വിശ്വാസികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് NDA ഇതര മുന്നണികളുടെ പ്രചാരണം. പെസഹ, ദുഃഖവെള്ളി ദിനങ്ങളിൽ തിരുവനന്തപുരത്തെ വിവിധ പള്ളികളിലും ചടങ്ങുകളിലും UDF സ്ഥാനാർത്ഥി ശശി തരൂരും LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും സജീവമായി. പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ രാവിലെ 7 മണിയോടെ തരൂരെത്തി ചടങ്ങുകളിൽ പങ്കെടുത്തു. തുടർന്ന് പാളയം CSI പള്ളിയിലും വെട്ടുകാട്, വലിയതുറ, കൊച്ചുവേളി അടക്കമുള്ള പള്ളികളിലും തരൂർ സന്ദർശനം നടത്തി. ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ് BJPയുടേതെന്ന് തരൂർ കുറ്റപ്പെടുത്തി. ഞങ്ങൾ CPMനെയും ലെഫ്റ്റിനെയും കാട്ട് എത്രയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഞാൻ ഒബ്ജക്ഷൻ കൊടുത്തു. അതിന് ഇൻട്രഡക്ഷൻ മുതൽ അതുവരെ എല്ലാ പ്രതിഷേധ റാലി എല്ലാ തലസ്ഥാന ജില്ലയിലും ഒക്കെ ചെയ്തിട്ട് എല്ലാ തലസ്ഥാനം നമ്മൾ ചെയ്ത ശേഷം ഇപ്പോൾ അവരിങ്ങനെ ആക്ഷേപിക്കുന്നത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. ഈ ആക്ഷേപം അഥവാ ചിലവർ വിശ്വസിച്ചാൽ അതിൻ്റെ ഗുണം BJPക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മുസ്ലിം വോട്ട് എൻ്റേത് മാറിപ്പോയാൽ പിന്നെ ലെഫ്റ്റ് ജയിക്കാൻ പോകില്ല എന്ന് അത് ഉറപ്പമാണ്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അത് BJPക്ക് ഗുണം ചെയ്യും. രാവിലെ തന്നെ പാളയം പള്ളിയിലെത്തി കുരിശിന്റെ വഴിയിലടക്കം പങ്കുകൊണ്ടു LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. തുടർന്ന് സ്പെൻസർ ജംഗ്ഷനിലെ പള്ളിയിലെത്തി വിശ്വാസികളെ നേരിൽ കണ്ടു. പിന്നാലെ പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ BJPക്ക് അതിരൂക്ഷ വിമർശനം. നമ്മളെന്താ വല്ല മതത്തിൻ്റെ വ്യത്യാസമാണിത്? ഒരു വ്യത്യാസമില്ല ഇവിടെ. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു രാജ്യമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യനോട് നീ ക്രിസ്തു മതക്കാരനാണ്, നീ ഇസ്ലാം മതക്കാരനാണ്, നീ ജൈന മതക്കാരനാണ്, നിനക്ക് ഇവിടെ പൗരത്വമില്ല എന്ന് പറഞ്ഞ് ഏത് അടിസ്ഥാനത്തിലാണ് ആര് തീരുമാനിച്ചത്? അതിനെതിരായി നമ്മൾ അങ്ങേയറ്റം വരെ പോകും. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു നമ്മൾ പെരുമാറും. അതേസമയം മണിപ്പൂരും പൗരത്വ നിയമ ഭേദഗതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ BJPക്ക് വലിയ തലവേദനയാവുകയാണ്. പെസഹ, ദുഃഖവെള്ളി ദിനത്തിലടക്കം ക്രൈസ്തവ ദേവാലയങ്ങൾ പലതും ഒഴിവാക്കിയുള്ള പര്യടനമാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റേത്. എന്നാൽ ഈ സാഹചര്യം പരമാവധി ഉപയോഗിക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ ശ്രമം. ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയതോടെ തിരുവനന്തപുരത്ത് പോരാട്ടം അല്പം കടുപ്പമേറിയതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം ഓരോ വോട്ടുകളും നിർണായകവുമാണ്. തിരുവനന്തപുരത്ത് നിന്നും ഷാൻ JSനൊപ്പം കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമായി വരികയാണ് തെരഞ്ഞെടുപ്പ് വേദികളിൽ. കേന്ദ്രത്തിൻ്റെ ഞെക്കിക്കൊല്ലൽ കേരളത്തെ ഏതർത്ഥത്തിലാണ് ബാധിക്കുന്നതെന്നൊക്കെ LDF വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ കേന്ദ്ര സർക്കാരിനെതിരായ ബോധപൂർവമായ ഈ രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധി ഓടെ നീങ്ങുന്ന മോദി സർക്കാരിൻ്റെയും BJPയുടെ നീക്കങ്ങളെ ചെറുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ BJPയുടെ പ്രതിരോധം എന്തെന്ന് നോക്കാം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനെതിരെ പുതിയ വിശദീകരണമാണ്, പുതിയതല്ല പഴയതാണ്, പക്ഷേ പൊടിതട്ടിയെടുത്ത
ചില വിശദീകരണങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ ഉന്നയിച്ചത്. കേരളത്തിൻ്റെ ധനമാനേജ്മെൻറ്റ് പരാജയമാണെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിർമ്മല. മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ടാണ് നിർമ്മല സീതാരാമൻ പ്രസംഗം പൂർത്തിയാക്കിയതെന്ന് കാണാം. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും വൈകുന്ന സ്വാമിയുടെയും മണ്ണിൽ നിന്നും കൊണ്ട് നിങ്ങളോട് കേരളത്തിലെ മഹത് വ്യക്തികളെ സ്മരിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിന്റെ തുടക്കം. ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ ആദ്യത്തെ MLA സമ്മാനിച്ച മാറ്റത്തിൻ്റെ മണ്ണായ തിരുവനന്തപുരത്തു നിന്നു നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ തിരിഞ്ഞു. കേരളത്തിൽ ധനനിക്ഷേപം നടക്കുന്നില്ല, നിക്ഷേപിക്കാനെത്തുന്നവരെ നിരാശരാക്കി മടക്കുന്ന പതിവ് കേരളത്തിൽ തുടരുന്നുവെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വരുന്നില്ല. போனதோடு கூட என்ன விட்டு போயிடுறியா? அவ்வளோ தைரியம் இருக்கு அவனுக்கு. மிரட்டல் தான் போகாத, இது நம்ம கேரளம், காட்ஸ் ஓன் கண்ட்ரி, இரு, உனக்கு ஏதாவது கஷ்டம் இருந்தால் சரி பண்ணலாம். நோ, பின்ன எப்படி வரும் இன்வெஸ்ட்மெண்ட்? உன் சொந்த ஊர் மலையாளத்துக்காரனே இல்லை, വെളിനാട്ടുകാരെ ഏവരും. തുടർന്ന് ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ളവ സംസാരിച്ച ശേഷമാണ് നിർമ്മല സീതാരാമൻ വേദി വിട്ടു പോയത്. തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തെത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പരാജയഭീതിയിൽ CPIM അക്രമം അഴിച്ചുവിടുകയാണെന്ന് ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത BJP പ്രവർത്തകനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് V മുരളീധരൻ സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. CPIM പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP പ്രവർത്തകൻ രതീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് BJP പ്രവർത്തകനായ രതീഷിനെ ഒരു കൂട്ടം CPIM പ്രവർത്തകർ മർദ്ദിച്ചത്. അതിനിടെ സ്വയരക്ഷാർത്ഥം രതീഷ് പ്രതിരോധിക്കുകയും ചെയ്തു. എന്നാൽ രതീഷിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും അക്രമികളെ വെറുതെ വിടുകയും ചെയ്തെന്ന് V മുരളീധരൻ പറഞ്ഞു. അക്രമികളെ നിലയ്ക്കു നിർത്താനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണം. ജാതി അധിക്ഷേപം നടത്തിയെന്നും അദ്ദേഹം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ പ്രതിഷേധത്തിനിടെ ആരോപിച്ചു. ആറ്റിങ്ങലിലെ പരാജയ ഭീതിയിലാണ് CPM അക്രമം അഴിച്ചുവിടുന്നതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. അക്രമത്തിന് ഇരയായ ആളെ അറസ്റ്റ് ചെയ്യുകയും അക്രമികൾ നിർബാധം വിഹരിക്കുകയും ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യം പോലീസിന്റെ സ്വന്തം തീരുമാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയുള്ള സമ്മർദ്ദം മുകളിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും സാധ്യമല്ല. അതേസമയം വാദി പ്രതിയാകുന്ന സാഹചര്യമാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ മലയൻകീഴ് രാധാകൃഷ്ണൻ, തോട്ടക്കാട് ശശി, മണ്ഡലം പ്രഭാരി വക്കം അജിത്, മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പോങ്ങനാട് എന്നിവരും V മുരളീധരനോടൊപ്പം ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. നേരത്തെ നിർമ്മല സീതാരാമൻ കേരളത്തിൻ്റെ ധനമാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നാമനിർദ്ദേശ പത്രികകളൊക്കെ കൊടുത്ത് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ മുൻനിർത്തി കേന്ദ്രത്തിൻ്റെ ഈ ഞെരുക്കൽ, സാമ്പത്തികമായ ഞെരുക്കൽ അടക്കം CAA അടക്കമുള്ള പ്രക്ഷോഭങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയെ മുൻനിർത്തിയുള്ള പ്രതിഷേധത്തിനാണ്, പ്രചരണത്തിനാണ് LDF മുൻതൂക്കം നൽകുന്നതെന്ന് കാണും. കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ ഉന്നയിക്കാൻ നിരവധി പ്രശ്നങ്ങളാണ് ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കുമുള്ളത്. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ച പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള റാലികളിൽ ആളെ കൂട്ടാൻ കഴിഞ്ഞുവെന്ന വിശ്വാസം ഇടതുമുന്നണിക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയം, കേന്ദ്ര ഏജൻസികളുടെ വഴിവിട്ടുള്ള അന്വേഷണ രീതിയും
രാഷ്ട്രീയ നേതാക്കളെയും കുടുംബാംഗങ്ങളെയും അകാരണമായി വേട്ടയാടാനുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം എന്നിവ മുഖ്യ വിഷയമാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും തീരുമാനം. ഇവിടെ ED വലിയ തോതിൽ ഇടപെടുന്നതായി കാണുന്നു. എവിടെ എത്തുന്നു? നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നത് നാം കാണുകയാണ്. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യും. തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടിയും തങ്ങൾ സ്വീകരിക്കും. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളുടെ പേരിൽ BJPയും UDFും ഉന്നയിക്കാൻ സാധ്യതയുള്ള ആരോപണങ്ങൾക്ക് തടയിടാൻ കൃത്യമായ മറുപടി ഇടതുമുന്നണിയുടെ കയ്യിലുണ്ട് എന്ന് നേതാക്കൾ പറയുന്നു. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും നയങ്ങൾ. തെരഞ്ഞെടുപ്പ് വേളയിൽ ED നടത്തുന്ന നീക്കങ്ങൾ വോട്ടർമാരെ പിന്തിരിപ്പിക്കില്ല എന്ന വിശ്വാസം നേതാക്കൾക്കുണ്ട്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത് അനുകൂലമാകും എന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷ. ശനിയാഴ്ച തുടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടി ഏപ്രിൽ 22 വരെ നീണ്ടുനിൽക്കും. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 3 യോഗങ്ങൾ വീതമാണ് ഇടതുമുന്നണി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 60 യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കും. എതിരാളികൾക്ക് വഴിയൊരുക്കാതെ കൃത്യമായി മുന്നോട്ടു പോകണമെന്നാണ് നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളിൽ കൃത്യമായി ജില്ലാ കമ്മിറ്റികൾ ഇടപെടണമെന്നും സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികളെ അറിയിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി യോഗങ്ങളിൽ പരമാവധി ആളെ കൂട്ടാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് LDFും മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്നാണ് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പരാതി. ഇത് സംബന്ധിച്ച് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും കാര്യമായ പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലത്രേ. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുമെന്നും അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ആറ്റിങ്ങലിൻ്റെ UDF സ്ഥാനാർത്ഥി ഇത് 2ാം വട്ടവും മത്സരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നു. ഇത്തവണ എന്താണ് നമ്മുടെ ഒരു പ്രത്യേക അജണ്ട ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഉറപ്പാക്കുന്നത്? ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പാക്കുവാൻ കഴിഞ്ഞ നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകണം. ആ പൂർത്തീകരണം ഉണ്ടാകുന്നതിനും പുതിയ പുതിയ പദ്ധതികൾ കണ്ടെത്തി ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങൾക്ക്, എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത 1 വർഷക്കാലത്തെ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ. ആ ആശയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കളിസ്ഥലങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആറ്റിങ്ങൽ സംബന്ധിച്ചിടത്തോളം കളിസ്ഥലങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റ് മനസ്സിലുണ്ടോ? അത്തരത്തിൽ പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കാൻ, പക്ഷേ ഒരു പ്രശ്നമുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനൊക്കെ സഹായങ്ങൾ ആവശ്യമാണ്. ഭൂമി കണ്ടെത്തണം. ആ ഭൂമി കണ്ടെത്തിയാൽ മാത്രം പോരാ, സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കണം. അങ്ങനെ സമീപിച്ചു എങ്കിൽ മാത്രമേ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിച്ച് എടുപ്പിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള, പ്രത്യേകിച്ച് കയർ മേഖല, അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. അവർക്ക് അവരുടേതായ പരാതികളുണ്ട്. പ്രത്യേകിച്ച് കയർ തൊഴിലാളികൾക്ക് അവരുടെ വേതനം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല. അത്തരം പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികൾ മനസ്സിലുണ്ടോ? കയർ മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും, കശുകണ്ണ് മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും, അതുപോലെ മത്സ്യമേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത്
കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. 1985 ഇവിടെ ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി രൂപീകരിക്കുവാൻ വേണ്ടി, എന്ന് വെച്ചാൽ ESI കോർപ്പറേഷൻ്റെ ഒരു ആശുപത്രി സമുച്ചയം ഇവിടെ ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ട് അതിനൊരു പദ്ധതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തു എങ്കിൽ നാളിതുവരെ നടപ്പാക്കാൻ കഴിയാതെ പോയി. 2019 ഞാൻ MP ആയി വന്നതിന് ശേഷം മാത്രമാണ് ആ ഭൂമി അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ ആ പദ്ധതി നടപ്പാക്കുവാൻ ESI കോർപ്പറേഷൻ്റെ ആശുപത്രി സമുച്ചയം അവിടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു നടപടികൾ സ്വീകരിച്ചു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഇതൊരു ഔദാര്യമായി കാണേണ്ട കാര്യമില്ല. എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത എങ്ങനെയാണ്? ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വളരെയധികം മുന്നേറുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഈ സംവിധാനം വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഇപ്പോൾ മോഡി അതുപോലെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നത് പോലെയല്ല, പല വ്യത്യാസങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി നാം അതിനെ കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലൊരു സാധ്യത UDF 100% പരിപൂർണമായി UDF വിജയം കൈവരിക്കാനുള്ള അവസരമുണ്ടാകും. ഇവിടെ ഒരു ഭാഗത്ത് കേന്ദ്ര മന്ത്രിസഭ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനും അതുപോലെ ജനദ്രോഹപരമായ നടപടികൾക്കും എതിരെയുള്ള ഒരു ശബ്ദമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അനേകം ആളുകൾ അവർക്ക് പെൻഷൻ ലഭ്യമാകാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകളാണ് ഈ കേരളത്തിലുള്ളത്. ആ പെൻഷൻ കൊടുക്കാൻ തയ്യാറാകാതെ ഇന്ന് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നു. അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. SFI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന, ആ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുകാരനാണ് സിദ്ധാർത്ഥ്. ആ സിദ്ധാർത്ഥിനുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു ആളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ശക്തമായ ശബ്ദവും പ്രവർത്തനവും ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേരോടുന്ന ഒരു മണ്ണല്ല കേരളം എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഈ പ്രാവശ്യവും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ത്രികോണ മത്സരം പ്രതീക്ഷിക്കും. ത്രികോണ മത്സരം 3 പേര് മത്സരിക്കുമ്പോൾ അത് ത്രികോണ മത്സരമാകും. അത് എല്ലാ തവണയും ത്രികോണ മത്സരമായി മാറാറുണ്ട്. കഴിഞ്ഞ തവണയും ത്രികോണ മത്സരമായിരുന്നു, ഈ തവണയും ത്രികോണ മത്സരമായി വന്നിട്ടുണ്ട്. അത് ഒരു വ്യക്തികളെ ആശ്രയിച്ചല്ല, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവിടെ മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ആഗ്രഹിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിനൊപ്പം ദേശീയ രാഷ്ട്രീയവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുന്നു. തൊഴിലാളിക്ഷേമം മുൻനിർത്തി തന്നെയായിരിക്കും തൻ്റെ പ്രവർത്തനമെന്നും കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നെടുമങ്ങാട് നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം D ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ചരിത്രസ്പന്ദനം. രാജ്യമാകെ തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളയ്ക്കുമ്പോൾ റായ്ബറേലി മണ്ഡലത്തിൽ എവിടെയോ ഒരു മൗനം. ഇന്ദിരയും ഫിറോസ് ഗാന്ധിയും ഒക്കെ സജീവമായിരുന്ന ചരിത്രപ്രസിദ്ധമായ മണ്ഡലത്തിൽ സോണിയയുടെ അഭാവമാണ് ഇത്തവണ ചർച്ചയാകുന്നത്. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ചൂടുപിടിച്ചപ്പോൾ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശയിലാണ്. 5 തവണ റായ്ബറേലിയെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച സോണിയാഗാന്ധി ഇത്തവണ മത്സരത്തിനില്ലാതായതോടെ കോൺഗ്രസ് ക്യാമ്പ് ഇതുവരെ ഉണർന്നിട്ടില്ല. കോൺഗ്രസിന് വൈകാരികമായി ഏറെ അടുപ്പമുള്ള മണ്ഡലമാണ് റായ്ബറേലി. ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി മത്സരിച്ചു തുടങ്ങിയ മണ്ഡലം. നെഹ്റു കുടുംബത്തിന്റെ ഉറച്ച കോട്ട. 1957 2ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഫിറോസ് ഇവിടെ നിന്നും ജയിച്ചു.
ഫിറോസിനു ശേഷം ഇന്ദിരാഗാന്ധിയുടെ തട്ടകമായിരുന്നു റായ്ബറേലി. എന്നാൽ 1977 ഇന്ദിരയെ മണ്ഡലം കൈവിട്ടതും ചരിത്രം. 1999 ഇന്ദിരാഗാന്ധിയുടെ മരുമകളും രാജീവ് ഗാന്ധിയുടെ ഭാര്യയുമായ സോണിയ റായ്ബറേലിയിൽ പോരിനിറങ്ങുന്നത്. പിന്നീട് നടന്ന 5 തെരഞ്ഞെടുപ്പുകളിലും റായ്ബറേലിക്കാർ സോണിയയെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക സീറ്റും റായ്ബറേലിയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തവണ സോണിയ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ റായ്ബറേലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശയിലാണ്. മെയ് 20 റായ്ബറേലിയിലെ വിധിയെഴുത്ത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കാത്തിരിപ്പിലാണ്. ഗാന്ധി കുടുംബത്തിലെ തന്നെ ഒരാൾ മത്സരിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിൽ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി ഓർമ്മകളിലെ വോട്ട്. നടൻ മാമുക്കോയയുടെ രാഷ്ട്രീയവും വോട്ടോർമ്മകളും പങ്കുവെക്കുകയാണ് മകൻ നിസാർ മാമുക്കോയ. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ മാമുക്കോയുടെ കണ്ണ് നിറയുമായിരുന്നു അത്രേ. മകൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഉപ്പ അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നുവെന്നും കോൺഗ്രസ് രാജ്യം ഭരിച്ചാൽ മാത്രമേ ഇന്ത്യ മതേതര രാഷ്ട്രമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്നുമൊക്കെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. കോൺഗ്രസ് രാജ്യം ഭരിക്കണമെന്നും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും അല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ നേതാക്കൾക്ക്, ചില നേതാക്കൾക്ക് അത്തരം ആഗ്രഹമില്ലെന്നും നിസാർ മാമുക്കോയ പറഞ്ഞു. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മാമുക്കോയ. മലയാളിയെ ഏറെ ചിരിപ്പിച്ച, ഏറെ ചിന്തിപ്പിച്ച ആ നടന് വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇന്നത്തെ വോട്ടോർമ്മയിൽ നടൻ മാമുക്കോയയുടെ രാഷ്ട്രീയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മകനായിട്ടുള്ള നിസാർ മാമുക്കോയ. നിസർഗ, പിന്നെ പ്രത്യേകിച്ച് മാമുക്കോയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരനാണ്, പരപ്പൽ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടോർമ്മകൾ മകൻ എന്ന നിലയിൽ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഇപ്പോൾ നല്ല തികഞ്ഞൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോൾ ഇപ്പൻ്റെ ബാക്കിയുള്ളവരൊക്കെ. പിന്നെ ഇപ്പോൾ 45 അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചു. അപ്പോൾ ഈ യാത്രയിലൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരൂ അബ്ദുറഹ്മാൻ സാഹിബ് എന്താ, ഇന്ദിരാഗാന്ധി എന്താണെന്നൊക്കെ. കൂടുതൽ ഇന്ദിരാഗാന്ധിനെ പറ്റി പറഞ്ഞാലൊക്കെ കണ്ണിൽ വെള്ളം അറിയും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് അടക്കം, അബ്ദുറഹ്മാൻ സാഹിബ് KPCC പ്രസിഡൻ്റ് ആകുമ്പോഴായിരുന്നു ഈ EMS AKG ഒക്കെ KPCC ജനറൽ സെക്രട്ടറിമാരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സീറ്റൊക്കെ വന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുക. ഇപ്പോൾ അതൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. നല്ല നമ്മളൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ, വോട്ടിലൊക്കെ കോൺഗ്രസ്സിനെ. പക്ഷെ ഇപ്പോൾ ഇനിയും കോൺഗ്രസ്സിനെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു അടിവേര് അങ്ങനെയാണ്. പക്ഷെ അത് കോൺഗ്രസ്സിലെ പല ആളുകൾക്കും താല്പര്യമില്ല കോൺഗ്രസ് നിലനിൽക്കണമെന്ന്. നല്ല അങ്ങേ തല അറ്റത്തുള്ള നേതാക്കളിൽ പോലും താല്പര്യമില്ല. ഇപ്പോൾ ഗുലാം നബി ആസാദ് പോയതൊക്കെ സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടി 4 ദിവസം സോണിയാഗാന്ധി പിന്നെ വേറൊരാളെ പറഞ്ഞ് ഏൽപ്പിച്ച്, അങ്ങനെ പറഞ്ഞ ഗുലാം നബി ആസാദ് പോയി. അങ്ങനെ ഒരുപാട് ആൾ പോയി. പത്മജ പോയത് പിന്നെ പത്മജ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇന്ത്യൻ്റെ കേന്ദ്രത്തിലുള്ള ഒരുപാട് നല്ല നില, ഇപ്പോൾ കപിൽ സിബൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പോണതിനൊക്കെ കോൺഗ്രസ് പഠിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പഠിക്കുക വേണം. ഇപ്പോൾ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നതിനെ പറ്റും. നമ്മൾ ഈ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ ജനിച്ച ഈ മണ്ണിൽ തന്നെ വളായി തീരും. അങ്ങനെ പൗരത്വ ബില്ല് വരും, വരില്ല, നമ്മളെ ബാധിക്കില്ല. ഇവിടുന്ന് വിട്ടിട്ട് പാകിസ്ഥാനിലൊന്നും പോകാനൊന്നും കഴിയില്ല. കോൺഗ്രസിൻ്റെ നിലപാടുകൾ, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല നേതാക്കൾ ഒരുപാട് കോൺഗ്രസ് അല്ലാത്തവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഇത് ഞാൻ പലരോടും സൗഹൃദത്തിലൊക്കെ പറയും, രാഹുൽ ഗാന്ധി വിരാൻ വെച്ചിട്ടും മറ്റേ വെങ്കായം എന്ന് പറഞ്ഞിട്ടും കടലിൽ ചാടിയിട്ടൊക്കെ നടക്കുമ്പോൾ 10 ലക്ഷത്തിന് 15 ലക്ഷത്തിന് ഷൂട്ടിട്ടിട്ട് പ്രധാനമന്ത്രി അപ്പുറം വോട്ട് പിടിക്കുക. അപ്പോൾ അതല്ല, നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ പാരമ്പര്യമൊന്നും പഠിപ്പോ നിരീക്ഷണമൊന്നും നമ്മളുണ്ടായിട്ട് പറയല്ല. എന്നാൽ നമ്മൾ ചെറിയ കോലത്ത് കാണുമ്പോൾ പറയാം, ഇന്ത്യ കോൺഗ്രസിനെ ഭരിച്ചാലേ മതേതര രാഷ്ട്രീയം നിലനിർത്താൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നെഹ്റു കുടുംബം മാറിയത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ അതും അതിൻ്റെ ചീത്തപ്പേര് ഒരുക്കുക. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവട്ടെ, പ്രിയങ്ക ഗാന്ധി ആവട്ടെ, ആരും ആവട്ടെ. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം പുറത്തു നിന്നാൽ ശക്തമായി എപ്പോഴും പിന്നൊന്നും ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. കോൺഗ്രസ് ശക്തിപ്പെടണോ, കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരണം. യൂത്ത് കോൺഗ്രസും താഴ്ന്ന നിലനിന്ന് കോൺഗ്രസ് ഇത് വളർത്തി കൊടുന്നു വന്നാൽ തന്നെ ഇന്ത്യയിൽ മതേതരത്വം, നമ്മൾ ഈ പൗരത്വ ബില്ലിന് പാവങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾ പോയി, ക്രിസ്ത്യാനി പോയി, കമ്മ്യൂണിസ്റ്റ് പോയി. പിന്നെ ഇവിടെ അടിയന്മാരും സവർണരായിട്ട് മാറും. പിന്നെ ജാതിപ്പോൾ തന്നെ പല ആളുകളും ഇപ്പോൾ ആ ടീച്ചർ മണീൻ്റെ അനിയനെ പറ്റി പറഞ്ഞ വിഷയങ്ങളൊക്കെ അല്ലേ, അതുപോലെ കൈമാറുന്നത്. ഒരു കൃഷ്ണകുമാർ എന്നല്ലേ പറഞ്ഞല്ലോ, മറ്റേ ഇതിൻ്റെ
ഇസ്രായേലിന് 24 മണിക്കൂറിൻ്റെ മറ്റേ പലസ്തീൻ 24 മണിക്കൂർ സമയം ഇസ്രായേൽ കൊടുത്തു, മാന്യമായി കാണിച്ചു എന്നൊക്കെ. പലസ്തീൻ്റെ ഭൂമിയിലെ സ്വന്തം മണ്ണിന് വേണ്ടി സമരം ചെയ്യും. 24 മണിക്കൂർ സ്വന്തം വീട് വിട്ടു പോകാനാണ് കൊടുത്തത്. അതിന് മാന്യത ഒന്നുമല്ല. അയാളും പറഞ്ഞു ഇപ്പോൾ ഈ ടീച്ചറെ നന്നാക്കിയിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെയല്ല ആ ഒരു അവസ്ഥയിൽ വരും. മണിൻ്റെ അനിയനെ പോലെയുള്ള ഒരുപാട് ആളുകൾ താഴ്ന്ന ജാതിക്കാർ തയ്യപ്പെടും, വലിയ ആ രീതിയിൽ വരും മുസ്ലിമും ക്രിസ്ത്യാനൊക്കെ പോയാൽ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്തൊരു സുജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടാണ്, ഉപ്പൻ്റെ ഫ്രണ്ടാണ്, നാരായണേട്ടൻ സിനിമയിലും നാടകത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. ഉപ്പൊക്കെ ഒരുപാട് 90% സുഹൃത്തുക്കൾ ഉപ്പൻ്റെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളൊക്കെ തന്നെ. ഞാൻ ശ്രദ്ധിച്ചു. തീർച്ചയായും ഈ ഡയലോഗ് ഇല്ലാതെ എന്ത് പഞ്ച്, വോട്ട് പഞ്ച്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുന്നോടിയായി പാണക്കാട് കുടുംബത്തെ സന്ദർശിച്ചു കണ്ണൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ. സുധാകരൻ പറഞ്ഞു ഒന്ന് കേൾക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നമുക്ക് അനുകൂലമായ രാജകീയ സാഹചര്യത്തിലാണ്. അപ്പോൾ അതൊക്കെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥിതിയിലാണ്. ഇന്ത്യ മുന്നണി ഇന്നലെ വരെ അവഗണിക്കപ്പെട്ട പ്രദേശത്തൊക്കെ ഇന്ത്യ മുന്നണി ഇപ്പം ശക്തമാണ് എന്നൊരു ഫീലിംഗ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുകൂലമായി വരുമ്പോൾ ഇലക്ഷൻ റിസൾട്ട് മൊത്തം മാറും. എത്ര കേസുകളുണ്ട് പിണറായി വിജയൻ അന്വേഷിക്കാൻ ഇഡിക്കും അതുപോലെ സെൻട്രൽ ഏജൻസിക്കും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ഉത്തരം ആദ്യം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. കെ ശൈലജയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ചലച്ചിത്ര താരം കമൽഹാസൻ. മികച്ച നേതൃത്വമുള്ള കരുത്തുറ്റ നേതാവാണ് കെ ശൈലജ എന്ന് കമൽഹാസൻ തൻ്റെ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. കമൽഹാസന്റെ ആ പ്രതികരണമാണ് ഇനി നാം കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. നാളെ ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പിനും ഇത്തവണ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന തിരഞ്ഞെടുപ്പിനും ഏറെ വ്യത്യാസമുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിൽ തന്നെ നിലനിർത്താൻ കൂടിയാണ്. ആ പോരാട്ടത്തിൽ പ്രധാന കണ്ണിയാകാൻ പോകുന്ന നേതാക്കളിൽ ഒരാളാണ് വടകരയിൽ നിന്ന് മത്സരിക്കുന്ന ഇടതു സ്ഥാനാർത്ഥി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി കെ ശൈലജ. ലോകം പകച്ചു നിന്ന കാലത്ത് പോലും കരുത്തും നേത്രപാടവും തെളിച്ച നേതാവാണ് ശ്രീമതി കെ ശൈലജ. വടകര മണ്ഡലത്തിന് തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ 2018 നിപ്പ വൈറസ് ആക്രമണം ഉണ്ടായപ്പോൾ ഓഫീസിലിരുന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയല്ല അന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ ശൈലജ ചെയ്തത്. കോഴിക്കോട്ടിൽ ക്യാമ്പ് ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവശ്യമരുന്നുകൾ എത്തിച്ചു. മാതൃകാപരമായി പ്രവർത്തിച്ചു. ഇതിലും മികച്ചതായിരുന്നു കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ശ്രീമതി കെ ശൈലജയുടെ പ്രവർത്തനം. കോവിഡ് നിയന്ത്രണത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയായിരുന്നു. അതിന് വഴിവെച്ചതും ശ്രീമതി ശൈലജയുടെ നേതൃത്വവും തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അവാർഡുകൾ നൽകി. ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് ശ്രീമതി ശൈലജയെ ക്ഷണിച്ചു. ലോകമാധ്യമങ്ങൾ ശ്രീമതി ശൈലജയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി എഴുതിയത് നമ്മൾ മറന്നിട്ടില്ല. അങ്കത്തട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളൊന്ന് കാണാം.